به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين صلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأوا وقيما مقاما لم يقم فيهم رسلوا وأمست له حجب الجلال توطؤوا إلى العرش والكرسي أحمد قد دنا فنورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. ആദരണീയരായ സയ്യിദവറുകളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ പ്രാവശ്യം ചർച്ച ചെയ്യാൻ നാം തിരഞ്ഞെടുത്തത് പരിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളിൽപ്പെട്ട സൂറത്തുൽ കൗസറാണ്. അധ്യായം ചെറുതാണെങ്കിലും ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനും പകർത്താനും ഈ സൂറത്തിൽ നിന്ന് നമുക്കുണ്ട്. കഴിവിന്റെ പരമാവധി പരിശുദ്ധ ഖുർആൻ പഠിക്കാനും ഖുർആനിനെ മാനസികമായും ശാരീരികമായും സ്നേഹിച്ച് പിൻപറ്റാനും വിശുദ്ധ ഖുർആനിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേടിയെടുക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ വിശുദ്ധ ഖുർആൻ പഠന സദസ്സ് ഈ രൂപത്തിൽ ഇവിടെ നടത്തപ്പെടുമ്പോൾ നമ്മേക്കാൾ വലിയ അനുഗ്രഹം, വലിയ സന്തോഷം നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ ഇഷ്ടജനങ്ങൾ, സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ, സഹപാഠികൾ
എല്ലാവരുടെയും സാന്നിധ്യങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും മഹാന്മാരോടൊപ്പം സ്വർഗീയാരാമത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. സൂറത്തുൽ കൗസർ 3 ആയത്തുകളിലായി 3 ദിവസം ചുരുങ്ങിയ വിഷയങ്ങൾ നാം പഠിക്കുന്നുവെങ്കിലും 3 ആയത്തുകളിലും കാണാൻ കഴിയുന്ന ഒരു സവിശേഷത, 3 ആയത്തിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ് ഈ സൂറത്തിലുള്ളത്. ഇതിന്റെ മുമ്പുള്ള ശേഷമുള്ള സൂറത്തുകളൊക്കെ ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ധാരാളം വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തൊട്ടു മുമ്പുള്ള സൂറത്താണ് നമുക്കൊക്കെ അറിയാവുന്ന റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന സൂറത്തുൽ മാഊൻ. അതിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് മുനാഫിഖിന്റെ അടയാളങ്ങളാണ്. അപ്പൊ ഈ സൂറത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് അതിന്റെ നേരെ വിപരീതമാണ്. മുഅ്മിനായ മനുഷ്യന്റെ അടയാളങ്ങളാണ് ഈ സൂറത്തിന്റെ ഒരു വ്യാഖ്യാനമായിട്ട് ഖുർആൻ പണ്ഡിതനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ നേരെ അപ്പുറത്തുള്ള സൂറത്തിൽ മുനാഫിഖീങ്ങളുടെ അടയാളങ്ങൾ ആദ്യം പറയുന്നത്, ഒന്ന്, ആർക്കും ഒരു ഉപകാരവും ഒരു സഹായവും ചെയ്യാത്ത ആളാണ്. അതാണ് തൊട്ട് മുമ്പുള്ള സൂറത്തിൽ നമ്മളിങ്ങനെ ഓതി വരുമ്പോ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഭാഗമാണ് അനാഥയും അഗതിയും. 2 പേരെയും നിറവ്യത്യാസമില്ലാതെ സംരക്ഷിക്കേണ്ടതാണ്. പക്ഷെ അവർക്കൊന്നും കൊടുക്കൂല. കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ താല്പര്യപ്പെട്ട് വരികയാണെങ്കിൽ ഒരുപക്ഷെ ആ താല്പര്യം കെടുത്തിക്കളയും. അതാണ് ഒന്നാമതായി പറഞ്ഞത്. ഈ സൂറത്തിൽ അതിന്റെ നേരെ എതിരാണ് പറയുന്നത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. നമ്മളോട് എല്ലാവരോടും ബന്ധപ്പെടുത്തി പറയാം. അല്ലാഹു തആല പറയാണ്, ഇത് പ്രധാനമായും അല്ലാഹു തആല ആദ്യം പറയുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. മുത്തുനബിയെ തങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു അൽ കൗസർ, ധാരാളം തന്നിരിക്കുന്നു. അതുകൊണ്ട് അധികം കൊടുക്കണം. എങ്ങനെയാണ് ഇതിന്റെ ഒരു ഭാഷ? നമുക്കൊക്കെ അധികമല്ലേ കിട്ടിയത്, കുറവാന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഉപ്പാപ്പമാരിലേക്ക് ചേർത്തി നോക്കുമ്പോ, മുൻഗാമികളിലേക്ക് ചേർത്തി നോക്കുമ്പോ നമുക്ക് തന്നതിൽ എവിടെ കുറവുള്ളത്? ഒക്കെ അധികമാണ്. വീട് ഒന്ന് കൂട്ടി നോക്കൂ. ഓലമേഞ്ഞ വീട് ഇവിടെ ഉണ്ടാകുമോന്ന് എനിക്കറിയില്ല, ഉണ്ടാകൂലെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ല, മുമ്പ് കാണാമായിരുന്നു ഓലമേഞ്ഞ വീട്. ആർക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉപ്പാപ്പാർക്ക് നർത്തം. കുറെ നൂറ്റാണ്ടൊന്നും ആയിട്ടില്ല. കുറച്ചുകൂടി ഇങ്ങോട്ട് ഓട് മേഞ്ഞ വീട് ഇപ്പോഴുണ്ട്, പക്ഷെ എണ്ണം കുറയാണ്. സൗകര്യത്തിൽ ഒരു 3-4 മെമ്പർമാരാണെങ്കിൽ ഒരു 8-9 ആൾക്കുള്ള സൗകര്യമുള്ള വീട്. അങ്ങനെയാണ് അല്ലാഹു തആല നമുക്കൊക്കെ തന്നത്. അതൊക്കെ പൊളിച്ചു കളയാനല്ല ഞാൻ പറയുന്നത്. അപ്പൊ അല്ലാഹു നമ്മോട് പറയുന്നത്, അധികം തന്നിട്ടുണ്ട്, അധികം കൊടുക്കണം. എന്നാലേ അവിടെ നല്ല കാഴ്ച കാണാൻ പറ്റുള്ളൂ. ഇതാദ്യമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ലേ പറഞ്ഞത്? തങ്ങൾ കൊടുത്തേടത്തൊക്കെ അധികമാണ് കൊടുത്തത്. ഒരു ഉദാഹരണം പറയാം. തങ്ങൾ ബലിദാനം ചെയ്തതുപോലെ അവിടുന്ന് സമൂഹത്തിന് വേണ്ടി ബലിദാനം ചെയ്തതുപോലെ നമ്മുടെ നാട്ടിലാരും ബലിദാനം നിർവഹിച്ചത് കാണൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിദാനം ചെയ്ത് സമൂഹത്തിന് സമർപ്പിച്ചത്.
63 തങ്ങൾ തന്നെ അറുത്തു. ബാക്കി അറവ് നടത്താൻ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി അവരെ ഏൽപ്പിച്ചു. 63 എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. അവിടുത്തെ വയസ്സ് 63. ഓരോ വർഷത്തെ കൂട്ടി നോക്കിയാൽ ഓരോന്ന്. അതും ഒട്ടകം, പോത്തല്ല, പശുവല്ല, ആടുമല്ല. അല്ലാഹു തആല അവിടത്തേക്ക് നൽകിയതിൽ എപ്പോഴും കൊടുക്കുന്നതിൽ തങ്ങൾ ഏറ്റവും കാന അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അധികം ധർമ്മം ചൊരിയുന്ന ആളായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും അധികം അവിടുന്ന് ധർമ്മം ചെയ്തിരുന്നത് വിശുദ്ധ റമദാനിലാണ്. റമദാനിൽ നമ്മളെ കൂട്ടത്തിൽ പലരും ഇങ്ങനെ കണക്കൂട്ടി നോക്കും. ഏതായാലും ഒരു 1000 രൂപ കൊടുക്കുക, റമദാനല്ലേ, ഒരു 10,000 കൊടുക്കുക, റമദാനല്ലേ. നമ്മളിലേക്ക് അപേക്ഷിച്ച് കൊടുക്കുന്നതൊക്കെ ചെറുതായിരിക്കും. നമ്മളെ മുന്നിലുള്ളവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ വളരെ ചെറുതായിരിക്കും. സാമ്പത്തികമായി പുരോഗതി ഓരോ വർഷാവർഷവും കൂടി വരുന്നതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാ സന്ദർഭത്തിലും അവിടുന്ന് അജ്വദുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ഉദാരത മനസ്കതയുള്ള ആളായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ഉദാഹരണങ്ങൾ കാണാം ഹദീസിൽ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു ആദ്യം സഞ്ചരിച്ചിരുന്ന വാഹനം വളരെ ക്ഷീണിച്ചൊരു വാഹനമായിരുന്നു, ഒട്ടകം തന്നെ. എപ്പോഴും എങ്ങോട്ട് പോവുകയാണെങ്കിലും ജാബിർ റളിയല്ലാഹു അൻഹു എത്തി എന്ന് പറഞ്ഞാൽ സഹാബത്ത് പറയും പോകാറായി, ഇനി ആരും വരാണ്ടാകൂല. അങ്ങനെ ഉണ്ടല്ലോ ചില സംഗതിക്ക്. അയാൾ വന്നാ ഇനി നമുക്ക് തുടങ്ങാം, ഇനി ആരും വരാനില്ല, ലാസ്റ്റ് വണ്ടിയാണ്. അതേപോലെ ജാബിർ റളിയല്ലാഹു അൻഹു വന്നാൽ പിന്നെ എല്ലാരും പറയും പോകാം, ഇനി ആരും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട്. ഒരു ദിവസം ഒരു യാത്രക്കൊരുങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല ജാബിറെ, എന്താ അങ്ങനെ വൈകിയത്? ഇപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാനും എന്റെ ഒട്ടകവും ഈ ഒട്ടകത്തിന്റെ മേലെ കയറി വരണ്ടേ, ഒട്ടകം ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഞാനും ഇങ്ങനെ എത്തും. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ഒന്നിങ്ങനെ ഷറഫാക്കപ്പെട്ട അവിടുത്തെ കരം കൊണ്ട് ഒന്നിങ്ങനെ തടവിക്കൊടുത്തു. അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ ഒന്ന് കൊട്ടിക്കൊടുത്തു. ഒരു ചെറിയ കയ്യിലുള്ള ഒരു ചെറിയ ഒന്ന് വാഹനത്തെ സ്പീഡ് പോകാൻ വേണ്ടി ഒന്ന് തട്ടി ഉണർത്തുന്ന ചെറിയൊരു കോല് കൊണ്ട്, ഒരു വടി കൊണ്ട് ഒന്ന് തട്ടിക്കൊടുത്തു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെ എന്റെ വാഹനത്തിന്റെ സ്പീഡ് എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അതിനെ പിടിക്കേണ്ട എല്ലാ ബ്രേക്കും പിടിച്ചു. എനിക്കൊരു പേടി, ഈ വാഹനം പോയി 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 ഏറ്റവും മുന്നിൽ നിർത്തിയിരിക്കുന്ന വാഹനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനമാണ്. അതിനാരും ഓവർടേക്ക് ചെയ്യാറില്ല. അതൊരു ബഹുമാനാണ്. നമ്മുടെ നാട്ടില് മകൻ കാറിലും ബാപ്പ ചെറിയ സ്കൂട്ടിയിലും പോകുകയാണെങ്കിൽ മകന് തിരക്കുണ്ടെങ്കിൽ ഒന്ന് ഓണടിച്ച്, ബാപ്പ നിങ്ങള് വരും, കാര്യമായിട്ട് പണിയൊന്നുമില്ല, ഞാൻ പോട്ടെ. ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തവരെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അവരെ പരിഗണിക്കുന്ന ബഹുമാനം കൊണ്ട് നമുക്ക് അല്ലാഹു തആല നൽകുന്ന ഉയർച്ച നമുക്ക് കാണാൻ പറ്റൂല. ദുനിയാവിലും അല്ലാഹു ഉയർച്ച തരും, ആഖിറത്തിലും തരും, നമ്മിലും തരും, നമ്മുടെ മക്കളിലും തരും, പേരക്കുട്ടികളിലൊക്കെ തരും. ആ വാഹനത്തിന്റെ സ്വഭാവം തന്നെ ഹദീസിൽ പറയുന്നുണ്ട്, വകാനത് ലാ തുസ്ബഖുൽ അൽബാ. അവിടുത്തെ വാഹനം മറ്റാരും ആ വാഹനത്തെ മറികടന്നു പോകാറില്ല. എല്ലാവരും ആ വാഹനത്തിന്റെ പിറകിലാണ് പോകാറുള്ളത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് നിയന്ത്രണം കിട്ടുന്നില്ല, ഞാൻ പിടിച്ചു. സ്വഹാബത്തൊക്കെ ചോദിക്കുന്നു, ആരാണ് അത്ര അതബില്ലാതെ പോയത്? പിടിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. എല്ലാ വാഹനങ്ങളെയും മറികടന്ന് നല്ല സ്പീഡിലാണ് എന്റെ വാഹനം മുന്നോട്ട് അങ്ങനെ പോയത്. അവിടുത്തെ ആ ഒരു കരസ്പർശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് തൊട്ട് തലോടിയ ആ ഒരു ബറക്കത്ത്, ആ ഒരു അനുഗ്രഹം അത്രമാത്രം വലിയ അനുഗ്രഹമാണത്. കം അബ്റഅത് വാസിബൻ ബില്ലം സിറാഹത്തുഹു
وأطلقت أربا من ربقة اللمم. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരസ്പർശം കൊണ്ട് കിട്ടിയ അനുഗ്രഹം അതിന്റെ മൂല്യം കണക്കാക്കാൻ കഴിയില്ല. ഏത് ക്ഷീണമുള്ള വാഹനവും ക്ഷീണം മാറി മുന്നോട്ട് കുതിക്കുന്നു. അത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്തിന്റെ ശേഷമുള്ള ഒരു പ്രത്യേകതയല്ല, കുട്ടിക്കാലത്ത് തന്നെ അങ്ങനെയുണ്ട്. ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി വന്ന ദിവസം തങ്ങൾക്ക് വയസ്സായിട്ടില്ലല്ലോ, അന്ന് ഒരു വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. സ്വന്തം ഉമ്മയോടൊപ്പം താമസിക്കുന്ന കാലമാണ്. മുലയൂട്ടാൻ ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ വേണ്ടി വന്നപ്പോൾ കിട്ടിയത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. തങ്ങളെ കയ്യിലേക്ക് എടുത്ത് വാഹനത്തിന്റെ മുകളിൽ വെച്ചപ്പോൾ വാഹനത്തിന്റെ ക്ഷീണം മാറി. ബനൂ സഅദ് ഗോത്രത്തിൽ നിന്ന് ത്വായിഫിൽ നിന്ന് മക്കയിലെത്തിയ പെണ്ണുങ്ങളിൽ അവസാനം എത്തിയത് ഞാനാണ്. പക്ഷേ തിരിച്ചെന്റെ വീട്ടിലേക്ക് ആദ്യമായി എത്തിയത് ഞാനാണ്. തിരിച്ച് മുത്തുനബി തങ്ങളെയും ആ വാഹനത്തിലിരുത്തി കൊണ്ടുപോകുമ്പോ എന്റെ മുന്നിൽ മക്കയിൽ വന്ന് തിരിച്ചുപോയ സ്ത്രീകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, അല്ല ഹലീമ, കുഞ്ഞിനെ കിട്ടിയോ? കിട്ടി. വാഹനം പുതിയത് വേറെ വാങ്ങിയോ? പുതിയത് വേറെ വാങ്ങിയോ എന്നവർ ചോദിക്കുന്നത് വാഹനത്തിന്റെ സ്പീഡ് കണ്ടിട്ടാണ്. കാരണം മക്കയിലേക്ക് വരുമ്പോൾ അവസാനം എത്തിയ മഹദി തിരിച്ച് ത്വായിഫിലേക്ക് പോകുമ്പോ ഏറ്റവും ആദ്യമായി ത്വായിഫിൽ എത്തുന്നു. കാരണം ആ വാഹനം ചുമന്നിരിക്കുന്നത് ആരെയാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതിന്റെ ക്ഷീണം മാറി, സ്പീഡ് കൂടി, നടത്തം കൂടി. അതിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും നല്ല ഓജസ്സും തേജസ്സും വന്നുകൂടി. അതേ രൂപത്തിലാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാഹനം. എല്ലാ വാഹനങ്ങളെയും മറികടന്ന് എത്തേണ്ടിടത്ത് ആദ്യം എത്തി. സ്വഹാബത്ത് വന്നു നോക്കുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹുവാണ് വാഹനം ഓടിച്ചു വന്നത്. പിറകിൽ വന്നവർ ചോദിക്കുന്നു, അല്ല ജാബിറെ, ബഹുമാനം മറന്നോ? ഞാനൊരു ബഹുമാനവും മറന്നിട്ടില്ല. എന്റെ വാഹനത്തിന്റെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കൊട്ടി തന്നു. നിങ്ങൾ എപ്പോഴും പറയാറില്ലേ അവസാനത്തെ വണ്ടി, അവസാനത്തെ വണ്ടി എന്നത്? അതിന്ന് മാറിപ്പോയി. അവിടുത്തെ കരസ്പർശം ഒന്ന് ഏറ്റപ്പോ എന്റെ വാഹനത്തിന് പരിമിതിയില്ലാത്ത സ്പീഡ് കൂടിപ്പോയി. ആ വാഹനത്തിന്റെ ഉന്മേഷമൊക്കെ കൂടി കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജാബിറെ, ഈ വാഹനം എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു. ചിലപ്പോ ആ വാഹനത്തിന്റെ പുള്ളിങ് കണ്ടാല് ആരും വാങ്ങും, അങ്ങനല്ലേ? നമ്മൾ കാണാൻ പറ്റിയ വാഹനം ഇങ്ങനെ കണ്ടാൽ നമ്മളെ മനസ്സിലുള്ള ഒരു കൊതി, ഒരാഗ്രഹം ഉണ്ടാവില്ല, അതൊന്ന് സ്വന്താക്കണം. തങ്ങൾ ചോദിച്ചു, വാഹനം എനിക്ക് വിൽക്കുന്നുവോ? അപ്പൊ നബിയെ, തങ്ങൾക്ക് വിൽക്കാനോ? അല്ല, ഞാൻ വെറുതെ തരാം. അല്ലല്ല, വെറുതെ വേണ്ട, വിലക്ക് മതി. എന്നാ പിന്നെ ശരി, ഞാൻ വിലക്ക് തരാം. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് മദീന വരെ ഈ വാഹനത്തിൽ എനിക്ക് സഞ്ചരിക്കണം. എന്നാ ശരി, എങ്ങനെ ആയിക്കോട്ടെ, മദീനയിലെത്തിയിട്ട് കൊണ്ടുവന്നാ മതി. ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് മദീനയിലെത്തുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹു വാഹനം കൊണ്ടുവന്ന് തങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് നിർത്തിയിട്ട്, ദാ നബിയെ വാഹനം എന്ന് പറഞ്ഞു. വീട്ടിന്റെ ഉള്ളിലുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ച് തങ്ങൾ പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കേണ്ട പണം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കാശ് കൊടുത്തു. ഞാൻ ഉദാഹരണം പറയുന്നത് അജോദുന്നാസ് എന്നതിനാണ്. കാശ് കൊടുത്തു. തിരിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു നടന്നാണ് പോകുന്നത്. വാഹനത്തിൽ വന്നാള് നടന്നു പോകുമ്പോ അതിങ്ങനെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനൊരു പ്രയാസം. നേരത്തെ വന്നത് വാഹനത്തിലാണ്, പക്ഷെ തിരിച്ചു വന്ന് നടന്നിട്ടാണല്ലോ. ജാബിർ റളിയല്ലാഹു അൻഹു വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞു, ജാബിറെ, ആ വാഹനം ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയി തന്നു കൊണ്ടുപോയിക്കോളൂ. എന്താ, നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നുണ്ടാവില്ല. നമ്മളേക്കും വാങ്ങിയത് അങ്ങനെ തിരിച്ചു കൊടുക്കുന്നു. വില കൊടുത്ത് വാങ്ങിയത് പിന്നീട് ദാനം ചെയ്യാണ്. ആ സ്പോട്ടിൽ തന്നെ ദാനം. വക്കാന അജ്വദുന്നാസ്.